Hi friends, Galaxy S10 എന്ന ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ഫോണുകൾ ഇറങ്ങുമ്പോഴും അതിനെക്കുറിച്ച് ധാരാളം ലീക്കുകളും റൂമറുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഈ ഫോണിനെ പറ്റിയും അത് ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു 90% എബോവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഫോണിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഫോണിന്റെ കാര്യങ്ങൾ, എത്രത്തോളം നല്ല ഡിസൈനാണ്, എത്രത്തോളം നല്ല ക്യാമറ സെറ്റപ്പ് ഉണ്ട്, ബാറ്ററി എങ്ങനെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും, ഒപ്പം അതിന്റെ പ്രൈസ് ഏറെക്കുറെ എത്രയാണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്കിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു പ്രതാപ് ടെക്. ഇറ്റ്സ് മീ പ്രതാപ്. ഗാലക്സി S10 ഈ ഫോണിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതിന്റെ ടിപ്പിക്കൽ ഫീച്ചറുകളായ ഗൊറില്ല ഗ്ലാസ് ഉണ്ടോ, അല്ലെങ്കിൽ ചാർജിങ് ഫാസ്റ്റ് ചാർജിങ് ഉണ്ടോ, വാട്ടർ റെസിസ്റ്റന്റ് ആണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളൊന്നും ഇവിടെ പറയുന്നില്ല. കാരണം അതൊക്കെ ടിപ്പിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ ഇത്തരത്തിലുള്ള ഹൈ എൻഡ് ഫോൺ വരുമ്പോൾ ഇതിനകത്ത് അതെല്ലാം ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം ഇവിടെ പറയുന്നത് ഫീച്ചറുകളെ കുറിച്ചല്ല പറയുന്നത്, പകരം ഈ ഫോൺ എങ്ങനെയുണ്ട്, മൊത്തത്തിൽ ഡിസൈൻ എങ്ങനെയുണ്ട്, ഡിസ്പ്ലേ എങ്ങനെയുണ്ട്, അതേപോലെ അതിന്റെ ബാറ്ററി, പ്രൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഡിസൈൻ സൈഡ് മൊത്തത്തിൽ ഈ ഫോൺ എങ്ങനെയെന്ന് നോക്കിക്കഴിഞ്ഞാൽ 3 തരത്തിലുള്ള ഫോണുകളാണ് വരുന്നത്. അതായത് 3 വേരിയന്റുകൾ. ഈ 3 വേരിയന്റിലും പ്രോസസർ ഒരു തരത്തിൽ തന്നെയാണ്, സ്നാപ്ഡ്രാഗൺ 155 അല്ലെങ്കിൽ 9720 എന്ന് പറയുന്ന എക്സിനോസ് സാംസങ്ങിന്റെ. അപ്പോൾ ഒരു നല്ല പെർഫോമൻസ് നമുക്ക് ആ ഒരു പ്രൊസസറുകളിൽ നിന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിന്റെ പെർഫോമൻസ്. പക്ഷേ ഇതിന്റെ ഡിസൈനുകൾ 3 തരത്തിലാണ്. ഒന്നാമത്തെ ഗാലക്സി S10e ആണ്, ഏറ്റവും കുറഞ്ഞ മോഡലാണ്. ശരിക്കുള്ളത് നോർമലായ S10 എന്ന് പറയുന്നത് 6.1 ഇഞ്ച് ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഗാലക്സി S10 ആണ്. ഈ S10ന്റെ കൂടിയ വേരിയന്റാണ് S10 പ്ലസ്, കുറഞ്ഞ മോഡലാണ് S10e എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള ഫീച്ചേഴ്സും 3 തരത്തിലുള്ള പ്രൈസിങ്ങുമാണ്. ഡിസ്പ്ലേയുടെ കാര്യത്തിൽ 5.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് S10eയിൽ കിട്ടുക. 6.1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമുക്ക് S10ൽ കിട്ടുക. S10 പ്ലസിലേക്ക് വരുമ്പോൾ 6.4 ഇഞ്ച് ആയിരിക്കും. ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ തന്നെ കാര്യമായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഡിസൈനിലും വ്യത്യാസമുണ്ട്. കെർവ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും S10ലും S10 പ്ലസിലും വരിക. S10eയിലേക്ക് വരുമ്പോൾ നമുക്ക് നോർമലായ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കിട്ടുക എന്നാണ് അറിയുന്നത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല. ആ എഡ്ജ് ഇങ്ങനെ വളഞ്ഞേക്കുന്ന ഒരു ചെറിയൊരു സംവിധാനം നമ്മളിപ്പോൾ സാംസങ്ങിന്റെ ഫോണുകളിൽ കാണാം. എഡ്ജ് ഡിസ്പ്ലേ അല്ലെങ്കിൽ കെർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത് അത് S10eയിൽ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരത്തിലാണ് ഇതിന്റെ ഡിസൈൻ. ഫ്രണ്ട് സൈഡിൽ റിയർ സൈഡ് ഗ്ലാസ് ഡിസൈൻ തന്നെയാണ്. അപ്പോൾ നല്ല ഡിസൈനിലാണ് ഈ ഫോൺ നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. ഈ പറഞ്ഞ ചെറിയ വ്യത്യാസങ്ങൾ. അപ്പോൾ 3 തരത്തിലുള്ള ഫോണുകളാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഡിസൈനിനെ കുറിച്ച് ഏറെക്കുറെ മനസ്സിലായല്ലോ. ഇതിന്റെ പെർഫോമൻസിലേക്ക് വരുമ്പോൾ സ്നാപ്ഡ്രാഗൺ 855 അല്ലെങ്കിൽ എക്സിനോസ് 9720. ഈ പ്രോസസറിന്റെ ഒപ്പം 6GB റാം 128GB സ്റ്റോറേജ് അല്ലെങ്കിൽ 8GB റാം, ഇതും അല്ലെങ്കിൽ ഏറ്റവും കൂടിയൊരു വേരിയന്റ് വരുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് 12GB റാമായിട്ടാണ് വരിക. 1TB വരെയുള്ള സ്റ്റോറേജ്, SD കാർഡ് സപ്പോർട്ട് ചെയ്യും തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയിട്ടാണ് ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. വാട്ടർ കൂളിംഗ് സിസ്റ്റം പോലുള്ള സംഭവങ്ങൾ, എല്ലാ സംവിധാനങ്ങളും. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയണ്ട. അപ്പോൾ പ്രോസസർ ഇതായിരിക്കും. അപ്പോൾ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ആ രീതിയിൽ നമുക്ക് കണക്കാക്കാം. ബെസ്റ്റ് ഇൻ ക്ലാസ് പെർഫോമൻസ് നമുക്ക് ഈ ഫോൺ തരും. അടുത്തായിട്ട് ക്യാമറയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്, റിയർ സൈഡിൽ ഫ്രണ്ടിൽ ഡുവൽ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ 5 ക്യാമറമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പക്ഷേ എല്ലാ മോഡലിലും ഇതുണ്ടാവില്ല. പകരം S10 പ്ലസിലാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഉണ്ടാവുക. ഫ്രണ്ട് സൈഡിൽ ഡുവൽ ക്യാമറയാണ്. ഒന്ന് മെയിൻ ക്യാമറ, നോർമൽ ക്യാമറ, തൊട്ടടുത്ത് വൈഡ് ആംഗിൾ ക്യാമറ, സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറയാണ്. റിയർ സൈഡിൽ അതേപോലെ തന്നെ മെയിൻ ക്യാമറയുണ്ട്, സൂപ്പർ വൈഡ് ആംഗിൾ ക്യാമറയുണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ ടെലിഫോട്ടോ ലെൻസും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 5 ക്യാമറയാണ് S10 പ്ലസിൽ ഉണ്ടാവുക. S10ലേക്ക് നോർമലായ 6.1 ഇഞ്ച് ഡിസ്പ്ലേ ഉള്ള S10ലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഫ്രണ്ടിൽ സിംഗിൾ ക്യാമറ ഉണ്ടാവുള്ളൂ. റിയർ സൈഡിൽ ഈ പറഞ്ഞ പോലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഇമേജുകളൊക്കെ. ഇതൊക്കെ അതിൻ്റെ മോഡലുകൾ, ലീക്കുകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇമേജുകളാണ്. അപ്പോൾ ഈ രീതിയിലായിരിക്കും അതിൻ്റെ ക്യാമറ സെറ്റപ്പ്. S10eയിലേക്ക് വരുമ്പോൾ ഡുവൽ ക്യാമറയെ റിയർ സൈഡിൽ ഉണ്ടാവുള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ S10e എന്ന് പറയുന്നത് സ്വല്പം കുറഞ്ഞ മോഡൽ തന്നെയാണ്. സിംഗിൾ ക്യാമറ ഫ്രണ്ടിലും റിയർ സൈഡിൽ ട്രിപ്പിൾ ക്യാമറ ഉണ്ടാവില്ല, ഡുവൽ ക്യാമറ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പ്. ഈ ക്യാമറയിലെല്ലാം തന്നെ സോഫ്റ്റ്വെയർ ഫീച്ചറായ നൈറ്റ് മോഡ് ഉണ്ടായിരിക്കും. നമ്മുടെ ഗൂഗിൾ പിക്സലിന്റെ നൈറ്റ് വിഷൻ ക്യാമറയെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ ഗൂഗിൾ പിക്സലിനുള്ള ഒരു ചലഞ്ച് ആയിട്ടായിരിക്കും ഈ ഫോൺ വരിക, നൈറ്റ് മോഡൊക്കെ ആയിട്ട്. അപ്പം നല്ലൊരു ക്യാമറ സെറ്റപ്പിൽ നല്ലൊരു ക്യാമറ ഫീച്ചറുകളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഇതിന്റെ ക്യാമറ സെറ്റപ്പും അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അത് ഇതിന്റെ ബാറ്ററിയുടെ കാര്യം കൂടി പറയാം. 3100 mAh ആയിരിക്കും S10eയിൽ ഉണ്ടാവുക. S10 എന്ന് പറയുന്ന നോർമൽ മോഡലിൽ 3500 mAh ആയിരിക്കും. S10 പ്ലസിലേക്ക് വരുമ്പോൾ 4000 mAh ആയിരിക്കും. ഇതിനൊക്കെ ഫാസ്റ്റ് ചാർജിംഗ് പോലുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ റിവേഴ്സ് വയർലെസ് ചാർജിംഗ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവും. നമ്മുടെ Mate 20 Proയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. 2 ഫോണുകൾ വയർലെസ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്ന 2 ഫോണുകൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ചാർജ് കൈമാറുന്ന അല്ലെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനം. അതാണ് റിവേഴ്സ് വയർലെസ് ചാർജിംഗ്. അപ്പോൾ 2 ഫോണുകൾ വെറുതെ ചേർത്ത് വെച്ചാൽ മതി. അപ്പോൾ ആ ഒരു സംവിധാനവും സാംസങ്ങിന്റെ ഫോണിലേക്ക് ഇതിലൂടെ വരികയാണ്. അപ്പോൾ ഇതും അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അപ്പോൾ S10ന്റെ ബാറ്ററി കപ്പാസിറ്റി ഒക്കെയാണ്. അതിനൊപ്പം തന്നെ വയർലെസ് റിവേഴ്സ് ചാർജിങ്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ഫോൺ വരുന്നത്.
മൊത്തത്തിൽ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഈ രീതിയിലായിരിക്കും ഇതിന്റെ ഡിസൈൻ, ഈ രീതിയിലായിരിക്കും ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ്, ക്യാമറ, ബാറ്ററി, ഏറെക്കുറെ എല്ലാം ഇത് തന്നെയാണ്. ഒരു 99% ഇങ്ങനെയാണ് കാര്യങ്ങളെന്നാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇത്രയധികം ലീക്കും റൂമുകൾക്കും ശേഷം. എങ്കിലും ഇപ്പോഴും ഇതൊക്കെ തന്നെ ആയിരിക്കുമോ എന്നൊരു ചോദ്യം ബാക്കിയുണ്ടാവും. അതെന്തായാലും ഫെബ്രുവരി 20 നമുക്കറിയാൻ പറ്റുള്ളൂ, അന്നാണ് ഇതിന്റെ ലോഞ്ചിങ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്, ഇതിന്റെ പ്രൈസിങ്ങും അത്ര കുറവൊന്നുമല്ല. എന്തായാലും കുറഞ്ഞ മോഡലിന് ഇതിന് പൈസ മറ്റുള്ളതിനെ അപേക്ഷിച്ച് കുറവ് തന്നെയാണ്. ഈ കുറവെന്ന് പറയുന്നത് 60,000 ആണ്. S10e പ്രൈസ് 60,000 രൂപ റേഞ്ചിലാണ് വരിക. S10 എന്ന് പറയുന്ന നോർമൽ മോഡലിലേക്ക് വരുമ്പോൾ അത് നമുക്ക് ഒരു 70,000 രൂപ റേഞ്ചിലാണ് കിട്ടുക. S10 പ്ലസിലേക്ക് വരുമ്പോൾ അത് 78,000 രൂപയായിരിക്കും അതിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ്. ഇതെല്ലാം സ്റ്റാർട്ടിംഗ് പ്രൈസുകളാണ്. ഇതിനൊക്കെ പലതരത്തിലുള്ള റാം വേരിയന്റുകൾ ഉണ്ടാവും. ഓരോ മോഡലിനും ഒരു 6GB റാം ഉണ്ടാവും, 8GB റാം ഉണ്ടാവും. അങ്ങനെ അവിടെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പോൾ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 60,000, 70,000, 75,000 കൂടിയ മോഡൽ. ഇത് മൂന്നും കൂടാതെ വേറൊരു വേരിയന്റ് കൂടി വരുന്നുണ്ട്. 12GB റാമും 5G സപ്പോർട്ടും അതേപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയ സ്ക്രീൻ സൈസും 6.7 ഇഞ്ച് സ്ക്രീൻ സൈസൊക്കെ ആയിട്ട് ഒരു വലിയ ഡിവൈസ് ഒരുങ്ങുന്നുണ്ട്. അതായിരിക്കും ഈ 5G ഫോൺ എന്നാണ് പറയുന്നത്. ഞാൻ മുൻപ് കേട്ടിരുന്നത് S10 പ്ലസിൽ 5G ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് 5G S10 പ്ലസിൽ ചിലപ്പോൾ ഉണ്ടാവും. അതല്ലെങ്കിൽ ഈ പറയുന്ന സ്പെഷ്യൽ എഡിഷൻ, ഒരുപക്ഷെ അതായിരിക്കും ഈ സ്പെഷ്യൽ എഡിഷൻ ആയിരിക്കാം ഈ പറയുന്ന 12GB റാം. ആ ഫോണിലായിരിക്കും 5G ഉണ്ടാവുക. എന്തായാലും 5G ഫോൺ ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ 4 തരത്തിലുള്ള ഫോണുകളായിരിക്കും വരിക. ഈ കൂട്ടത്തിൽ തന്നെ സാംസങ്ങിന്റെ ഫോൾഡബിൾ ഫോണിനെ പറ്റി ക്ലിയർ ആയ ഒരു അവതരണം, ഒരുപക്ഷെ അനൗൺസ്മെന്റ് തന്നെ അവിടെ ഉണ്ടാവും. വരുന്ന 2-3 മാസത്തിനുള്ളിൽ തന്നെ അവരുടെ ഫോൾഡബിൾ ഫോണും അവതരിപ്പിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. എന്തായാലും മൊത്തത്തിൽ ഗാലക്സി S10 എന്ന ഫോണിനെ വ്യക്തമായിട്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ, അതിന്റെ ഡിസൈനും ക്യാമറയും ബാറ്ററിയും പ്രൈസിങ്ങും എല്ലാം ഏറെക്കുറെ ഒന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കണ്ടുമുട്ടാം. ബൈ. Thank you.